ഹായ് ഗൈസ്, നമ്മൾ ഇന്നൊരു ട്രേഡ് എടുത്തായിരുന്നു. സ്റ്റോപ്പ് ലോസ് ഇട്ടായില്ല, ടാർഗറ്റ് ഇട്ടായില്ല, രണ്ടിനും ഇടയ്ക്കായിരുന്നു ട്രേഡ് ചെയ്തത്. അപ്പോൾ എന്തായാലും ടാർഗറ്റ് മിസ്സായതൊരു 10-9 പോയിന്റിലാണ്. ഇന്ന് 1250 രൂപയ്ക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് എക്സിറ്റ് ആവേണ്ടി വന്നു. അപ്പോൾ എന്തായാലും ഈ ട്രേഡ് എടുക്കാനുള്ള റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്യാം. എൻ്റെ ഒരു ബയസ് എന്ന് പറയുന്നത് അപ്സൈഡ് ആയിരുന്നു. ഞാൻ ഡയറക്ഷൻ എക്സ്പെക്റ്റ് ചെയ്തത് അപ്സൈഡ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ കുറേ ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി കിട്ടി, പക്ഷെ നമ്മളതൊന്നും എടുത്തില്ല. നമ്മൾ ഓൺലി ഇന്ന് അപ്സൈഡ് മാത്രമാണ് നോക്കിയത്. സോ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നമുക്കൊരു ചാൻസ് കിട്ടി. നമ്മളിവിടെ ഒരു ബൈ എടുത്തായിരുന്നു 3714. നമ്മുടെ ടാർഗറ്റ് 80 പോയിൻറ്റ്സ് ആയിരുന്നു, അതുപോലെ സ്റ്റോപ്പ് ലോസ് 40 പോയിൻറ്റ്സും. സോ രണ്ടും ഹിറ്റായില്ല. നല്ലൊരു മൂവ്മെൻറ്റ് നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം ബജാജ് ഫിനാൻസ് തന്നതാണ്, പക്ഷേ ഒരു റിവേഴ്സലായി. നമ്മൾ എൻട്രിയുടെ അടുത്താണ് ബജാജ് ഫിനാൻസ് 3:15 ട്രേഡ് ചെയ്തത്. അപ്പം 3:15 മുന്നേ ഞാൻ എക്സിറ്റായി. സോ 1 hour ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഒരു ചാനൽ പാറ്റേൺ കിട്ടും. ഒരു ട്രെൻഡ് ലൈൻ ആണ്, മൾട്ടിപ്പിൾ ടച്ചസ് ഉള്ളൊരു ട്രെൻഡ് ലൈനാണിത്. ഇവിടെ ഒരു ടച്ച് ഉണ്ട്, ഇവിടെ ടച്ച് ഉണ്ട്, ഇവിടെ മൾട്ടിപ്പിൾ ടച്ചസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ ട്രേഡ് ചെയ്തതും ആ ഒരു ട്രെൻഡ് ലൈൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അത് റീസൺ നമ്പർ 1. ഒരു സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരുന്നു. ഫസ്റ്റ് 1 hour ടൈം ഫ്രെയിം ക്യാൻഡിലൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വിക്ക് സപ്പോർട്ട് എടുത്ത ഒരു ക്യാൻഡിലാണ്, ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തൊരു ക്യാൻഡിലാണ്. അത് റീസൺ നമ്പർ 1. റീസൺ നമ്പർ 2 എന്ന് പറയുന്നത് 5 minute ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ തൊട്ട് മുന്നത്തെ ട്രേഡിംഗ് ഡേ നോക്കുക. നമുക്കിവിടെ ഒരു നല്ലൊരു പാറ്റേൺ കിട്ടും. ഒരു ഫോളിംഗ് വെഡ്ജാണിത്. ഇത് നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഈ ഒരു ഫോളിംഗ് വെഡ്ജ് ആ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തിട്ട് ഒരു ബ്രേക്ക് ഔട്ട് തന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ബ്രേക്ക് ഔട്ടിൽ നിന്ന് നല്ലൊരു മൂവ്മെൻറ്റ്, ഏതാണ്ട് 125 പോയിൻറ്റ്സോളം മൂവ്മെൻറ്റ് തന്നതാണ്. പക്ഷേ നമുക്കിത് മിസ്സായി, എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല ഈ ഒരു ചാൻസൊക്കെ. നോർമലി ഇങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ കാണുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ട്രേഡ് എടുക്കുന്നതാണ്. ഇത് ഫ്രൈഡേ നടന്നൊരു സെറ്റപ്പാണ്, പക്ഷെ നമുക്കത് എൻട്രി എടുക്കാൻ പറ്റിയില്ല, കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഒരു മൂവ്മെൻറ്റ് തന്ന സ്ഥിതിക്ക്, ഒരു ബ്രേക്ക് ഔട്ട് തന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമുക്ക് ഇത്രയും മൂവ്മെൻ്റ് ഉണ്ട്. അടുത്ത ഇതിൻ്റെ അപ്പർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഏതാണ്ട് 300 പോയിൻറ്റ്സോളം ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു റൂമുണ്ട് നമുക്കൊരു മൂവ്മെൻറ്റ് തരാൻ. സോ പ്രോബബ്ലി പ്രൈസ് ഒരു മൂവ്മെൻറ്റ് തന്നിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാനാണ് ചാൻസസ്. ഇനി വരുന്ന കമ്മിങ് ഡേയ്സിൽ ഇങ്ങനൊരു മൂവ്മെൻറ്റ് നടക്കാനാണ് ചാൻസ് കൂടുതൽ. സോ അത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് നമുക്കിന്നൊരു ബുള്ളിഷ് ബയസ് ഫിക്സ് ചെയ്യാം. ഓൾറെഡി ട്രെൻഡ് ലൈനിൽ സപ്പോർട്ടാണ്. തൊട്ട് മുന്നത്തെ ദിവസം ഒരു ഫോളിംഗ് വെഡ്ജിൽ നിന്ന് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. സോ ഓൾറെഡി 2 സ്ട്രോങ് റീസൺസായി. ഞാനൊരു 9:45 to 10:30 നോർമലി എൻട്രി എടുക്കാറ്. പക്ഷേ ഇവിടെ ഒരു 1 minute ടൈം ഫ്രെയിമിൽ ഒരു എൻട്രി സിഗ്നലും കിട്ടിയില്ല. നമുക്ക് ആകെ കിട്ടിയതൊരു ബെയറിഷ് സിഗ്നലായിരുന്നു. നമുക്കിവിടെ ഒരു ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതൊന്നും നമ്മൾ എടുത്തില്ല. കാര്യം നമ്മൾ ഓൾറെഡി നമ്മുടെ ബയസ്, ഞാൻ പല വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ബയസ് സെറ്റ് ചെയ്താൽ ആ ഒരു സൈഡ് മാത്രം ട്രേഡ് നോക്കുക. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടൊക്കെ നമുക്ക് കിട്ടിയാണ്. പക്ഷേ ഇതിലൊക്കെ എൻട്രി എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടാണ്. സോ ഇതൊക്കെ ഇവിടെ ഒരു ഓൾറെഡി നല്ലൊരു ട്രെൻഡ് ലൈൻ ഉള്ളതുകൊണ്ട് നമ്മൾ ബെയറിഷ് ആയിട്ട് നോക്കുന്നില്ല, ഒള്ളി അപ്സൈഡ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. സോ ഞാൻ എൻട്രി എടുത്തത് ഈ ഒരു നല്ലൊരു ഫോൾ, ഈ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ട് ഇവിടെ ഒരു നമുക്കിവിടെ ഒരു വെഡ്ജ് പാറ്റേൺ ബ്രേക്ക് ഔട്ടാണ്. അപ്പോൾ ഇതൊരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ആവുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എൻട്രി എടുത്തത്. ഇവിടെ ഒരു വിക്ക് റിജക്ഷൻ ഒക്കെ കാണാൻ പറ്റും 1 minute ടൈം ഫ്രെയിമിൽ. ഓക്കെ, അതേ സെയിം സാധനം 5 minute ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിലും നമുക്ക് നല്ലൊരു വിക്ക് റിജക്ഷൻ കാണാം. 2-3 നല്ല വിക്ക് റിജക്ഷൻസ് കാണാം. അതിനും മുന്നത്തെ പ്രീവിയസ് ആയിട്ട് ആ ഒരു ഏരിയയിൽ വന്നപ്പോഴും ഇവിടെയും നല്ല വിക്ക് റിജക്ഷൻസ് കാണാൻ കഴിയും. അപ്പോൾ ഇത് സെയിം സാധനം, ഇതേ സെയിം പാറ്റേൺ നമുക്ക് 50 minute ടൈം ഫ്രെയിമിലും കാണാൻ പറ്റും. 50 minute ടൈം ഫ്രെയിം ക്യാൻഡിൽ ക്ലോസ് ചെയ്തതും സെയിം നല്ലൊരു വിക്ക് റിജക്ഷനിലായിരുന്നു. സോ ഇതൊക്കെയായിരുന്നു ഞാൻ എൻട്രി എടുക്കാനുള്ള റീസൺ. ഞാൻ അവിടെ ഒരു ബൈ എടുത്തു. 40 പോയിൻറ്റ്സ് ആയിരുന്നു ടാർഗറ്റ്. സ്റ്റോപ്പ് ലോസ് 40 പോയിൻറ്റ്സ് ആയിരുന്നു സ്റ്റോപ്പ് ലോസ്. പ്രോബബ്ലി ഞാനൊരു ചെറിയ സ്റ്റോപ്പ് ലോസിൽ എൻട്രി എടുക്കാമായിരുന്നു. ഞാൻ കുറച്ച് ദിവസമായി ട്രേഡ് ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു റെസ്റ്റി ഫീലിംഗ് ആയിരുന്നു ഞാൻ കുറച്ച് വലിയ സ്റ്റോപ്പ് ലോസ് വെച്ചത്. ഒരു 25 സ്റ്റോപ്പ് പോയിൻ്റൊക്കെ മതിയായിരുന്നു സ്റ്റോപ്പ് ലോസ്. എന്തായാലും 40 പോയിൻറ്റ്സ് വെച്ചു. 80 പോയിൻറ്റ്സ് ആയിരുന്നു ടാർഗറ്റ് ഹിറ്റായില്ല, ടാർഗറ്റ് മിസ്സായത്
10 പോയിന്റിനാണ് ടാർഗറ്റ് മിസ്സായത്. എന്തായാലും തിരിച്ചു വന്നു. ഞാൻ ഒരു 3.4 3.10 ആ ഒരു സമയത്തിൽ എക്സിറ്റായി മാർക്കറ്റ് പ്രൈസിൽ. അങ്ങനെ 1250 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. സോ ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എൻ്റെ ഒരു ആംഗിൾ നോക്കിയാൽ മനസ്സിലാവും. ഒരു സ്റ്റീപ്പ് ആംഗിളിലാണ് ഈ ട്രെൻഡ് ലൈൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ പ്രോബബ്ലി ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫോൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടൊരു റീടെസ്റ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് ചെയ്തേനെ. സോ അത് നടന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ബെയറിഷ് ആയിട്ട് ഷോർട്ട് ചെയ്യാത്തത്. ഇവിടെയൊക്കെ നമുക്ക് ഷോർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ബയസ് ഓൾറെഡി അപ്സൈഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ മാത്രം നമ്മൾ ട്രേഡ് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.